നമസ്കാരം. കൊണ്ടും കൊടുത്തും ആവേശം നിറച്ച ഒരു മത്സരം. 2-നെതിരെ 3 ഗോളിന്, അതും ഇഞ്ചുറി ടൈമിലെ വിജയ ഗോളിൽ അർജന്റീനയുടെ അസാധ്യ കംബാക്ക്. ഈ ലോകകപ്പിന്റെ ആവേശപ്പോരായി ചർച്ചയാകേണ്ട മത്സരം ഇന്ന് റഫറിംഗിലെ പിഴവിന്റെ പേരിലാണ് ചർച്ചയാകുന്നത്. നമ്മൾ വിശദമായി ഈ വിഷയം പരിശോധിക്കുകയാണ്. കത്തുന്ന കളിക്കളം. ലോകകപ്പിൽ അർജന്റീനയ്ക്കെതിരായ ഈജിപ്തിന്റെ തോൽവിക്ക് പിന്നാലെ ലോകമാകെ ചർച്ചയായി റഫറിംഗിലെ പിഴവുകൾ. ഗോൾ അനുവദിക്കാത്തതിലും പെനാൽറ്റി നൽകാത്തതിലും വിമർശനവുമായി താരങ്ങളും പരിശീലകരും രംഗത്തെത്തി. അർജന്റീനയ്ക്ക് കപ്പ് നൽകിയേക്കൂ എന്ന് ഈജിപ്ത് താരം മുസ്തഫ സീക്കോ പരസ്യമായി ഫിഫയെ വിമർശിച്ചു. ലോകമെങ്ങുമുള്ള ഇതിഹാസ താരങ്ങളും മോശം റഫറിംഗിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുകയാണ്. ഖിലാഫ്, ഇന്നത്തെ ദിവസം അത് അർജന്റീന ആരാധകരെ സംബന്ധിച്ച് ആഘോഷമാകേണ്ട ദിവസമാണ്. പക്ഷേ ലോകമെങ്ങും ചർച്ചയാകുന്നത് ഈ റഫറിംഗിലെ പിഴവുകളാണ്. രുചിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകമെങ്ങുമുള്ള അർജന്റീന ആരാധകർ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് തന്നെ വിവാദങ്ങൾക്കും ഒരു തരത്തിലുള്ള പഞ്ഞമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയണം. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് റഫറിംഗിലെ പിഴവ് തന്നെയാണ്. അത് ഈ ഒരു മത്സരം മാത്രമല്ല, അർജന്റീനയുടെ മുൻ മത്സരങ്ങളും എടുത്തു കാട്ടിക്കൊണ്ടാണ് ഈ ഓരോ മത്സരത്തിലും, അല്ലെങ്കിൽ ഓരോ ആരാധകർക്കും, ഇല്ലെങ്കിൽ ഈ ഒരു ഫുട്ബോളെ പ്രേമിക്കുന്നവർ പറയുന്നത്, ഈ ഒരു മത്സരം നോക്കുകയാണെങ്കിൽ ഈജിപ്തുമായിട്ടുള്ള മത്സരത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വന്ന പിഴവുകൾ, റഫറിംഗ് ഏറ്റവും വലിയ ദുർഭാഗ്യങ്ങൾ അത് ഈജിപ്തിനായിരുന്നു. അത് ഒന്ന് പെനാൽറ്റി അനുവദിച്ചില്ല, മറ്റൊന്ന് ഗോൾ അനുവദിക്കുന്നതിലെ പിഴവ്. അത് 57-ാം മിനിറ്റിൽ ഒരു ഗോൾ എന്ന് ഉറച്ച് ആഘോഷം അടക്കം നടത്തിയ മുസ്തഫ സിക്കോ ഗോൾ നേടിക്കൊണ്ട് ടീഷർട്ട് ഊരിക്കൊണ്ട് ആ ജേഴ്സി ഊരിക്കൊണ്ട് നടത്തിയ ആഘോഷത്തിന് തൊട്ട് പിന്നാലെ തന്നെയാണ് നീണ്ട വാർ ചെക്കിങ്ങിന് ശേഷം അത് ഗോളല്ല എന്ന് വിധിച്ച് അർജന്റീനയ്ക്ക് ഒരു ഫ്രീ കിക്ക് അനുവദിക്കുന്നത്. തൊട്ട് പിന്നാലെ തന്നെ അർജന്റീന 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഈ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഈ മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയ സമയത്ത് തന്നെ ഏറ്റവും അവസാനം ഈജിപ്തിന്റെ മുഹമ്മദ് സലയെ വീഴ്ത്തിയത്, പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിനെ തുടർന്ന് വാർ ആവശ്യപ്പെട്ടെങ്കിലും ആ ഒരു വാർ കൊടുക്കുന്നതിൽ അടക്കം പിഴവ് വന്നു. ഇല്ലെങ്കിൽ വാർ ചെക്കിങ്ങിന് പോലും ആ റഫറി പോയില്ല എന്നതാണ് മറ്റൊരു വിവാദത്തിന് കാരണമായത്. തൊട്ടു പിന്നാലെ തന്നെ മൂന്നാം ഗോൾ നേടുമ്പോൾ, അർജന്റീന 3-ാം ഗോൾ നേടുമ്പോൾ അവിടെ ഒരു ഫൗൾ ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു ഫൗൾ ചെക്കിങ്ങിനെയും റഫറി മുതിർന്നില്ല. തൊട്ട് പിന്നാലെയാണ് റഫറിയുടെ പെരുമാറ്റത്തിനെതിരെ ഈ ഒരു ബെഞ്ച്, ഈജിപ്തിന്റെ ബെഞ്ച് മുഴുവൻ പുറത്തിറങ്ങിക്കൊണ്ട് പ്രതിഷേധിക്കുന്നു. അതിൽ കോച്ചിങ് സ്റ്റാഫിലുണ്ടായിരുന്ന ഒരാൾക്ക് അത് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഈജിപ്ത് പരിശീലകൻ ഹൊസാം ഹസൻ അടക്കമുള്ളവർ രംഗത്ത് വന്നപ്പോൾ ഹൊസാം ഹസന് മഞ്ഞക്കാർഡ് കൊടുക്കുന്നു. ഈജിപ്ത് ഗോൾ കീപ്പറായിട്ടുള്ള ഷൊബൈറിനെയും മഞ്ഞക്കാർഡ് കൊടുക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ മത്സരശേഷം വന്ന പ്രതികരണങ്ങളും ഏറ്റവും വലിയ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു സത്യം തന്നെയാണ്. അത് മുൻതാരങ്ങൾ, ഇതിഹാസ താരങ്ങൾ അടക്കം ഈ റഫറിങ്ങിനെ പഴിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിൽ ഈജിപ്ത് താരമായിട്ടുള്ള സീക്കോയുടെ പ്രതികരണം ഏറ്റവും വലിയ, ഇല്ലെങ്കിൽ ഈ ഒരു ടൂർണമെന്റിനെ കൊണ്ട് പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഈ അർജന്റീനയുടെ കപ്പ് ആർക്ക് എന്ന് അർജന്റീനയ്ക്ക് കൊടുക്കൂ എന്നായിരുന്നു ആ ഒരു പ്രസ്താവന. തൊട്ടു പിന്നാലെ ഈജിപ്ത് പരിശീലകന്റെയും പരാമർശം, അത് മെസ്സിക്ക് ഈ ഒരു ടൂർണമെന്റിൽ തുടരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പിഴവുകൾ എന്നായിരുന്നു പരിശീലകന്റെ പരാമർശങ്ങൾ. ശരി ഖിലാഫ്, എന്തായാലും വലിയ തരത്തിൽ അത് ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ ചില ആവേശ കാഴ്ചകൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിഹാസ താരം IM വിജയൻ ഇന്നലത്തെ മത്സരത്തിൽ അർജന്റീനയുടെ ജയം ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. അർജന്റീന ആരാധകനായ കുഞ്ചാക്കോ ബോബൻ ആഘോഷ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. ആദ്യ പകുതിയുടെ ഉദ്വേഗ നിമിഷങ്ങളിൽ ഗുരുവായൂരപ്പന്റെ ചിത്രവുമായി ഇരുന്ന കുട്ടി ആരാധികയുടെ സമ്മർദ്ദവും സന്തോഷവും ഏവരും ഏറ്റെടുത്തു. ആ ദൃശ്യങ്ങളിലേക്ക്.
അർജന്റീനയ്ക്ക് ഒപ്പമില്ലാത്തവരെല്ലാം ഒരു സംഘമായി ഈജിപ്തിനൊപ്പം അണിനിരന്ന് കണ്ട മത്സരമാണ് ഇന്നലത്തേത്. അർജന്റീനയുടെ തോൽവിയിലേക്ക് പോകുമെന്ന് കരുതിയ നിമിഷങ്ങളിൽ മെസ്സി എന്ന് പരിഹാസത്തോടെ ആർത്തലച്ച് വിളിക്കുന്ന ദൃശ്യങ്ങളിൽ നിരാശയോടെ നിൽക്കുന്ന അർജന്റീന ആരാധകരെ കാണാം. അർജന്റീന തിരിച്ചു വന്നപ്പോൾ അത് വിമർശനങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി. നമുക്കറിയാം, ലോകമെങ്ങും തന്നെ ഫിഫ റഫറിങ്ങിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. വിവാദങ്ങൾക്കിടയിൽ പക്ഷേ മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന നടത്തിയ കംബാക്കിനെ പ്രശംസിച്ച് ഇതിഹാസ താരങ്ങളായ തിയറി ഹെൻറിയും റോയ്ക്കിനും അടക്കമുള്ളവർ രംഗത്തെത്തി. ആ വാക്കുകൾ ഒന്ന് പരിശോധിക്കുകയാണ്. ആദ്യം ഹെൻറിയുടെ വാക്കുകളിലേക്ക്. ഓരോ തവണ കളത്തിലിറങ്ങുമ്പോഴും അർജന്റീനയുടെ സ്വപ്നം പേറിയാണ് മെസ്സി ഇറങ്ങുന്നത്. അയാൾ ഉറങ്ങുന്ന വന്യമൃഗത്തെ പോലെയാണ്. എതിരാളികൾ ഉണർത്തിയാൽ പിന്നെ മെസ്സിയെ തടയുക പ്രയാസമാണ്. അർജന്റീന 2 ഗോളിന് പിന്നിൽ നിന്നപ്പോൾ എല്ലാവരും എല്ലാം അവസാനിച്ചെന്ന് കരുതി. മെസ്സി പക്ഷേ അർജന്റീനയെ വീഴാതെ കാത്തു. അർജന്റീനയ്ക്ക് വിജയം സമ്മാനിക്കുക മാത്രമല്ല, മറക്കാനാകാത്ത ചരിത്ര നിമിഷങ്ങൾ കൂടിയാണ് മെസ്സി നൽകുന്നത് എന്ന് തിയറി ഹെൻറി പറയുന്നു. ഇനി റോയ്ക്കിന്റെ വാക്കുകളിലേക്ക് വന്നാൽ, അയർലൻഡിന്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും ഇതിഹാസ താരം റോയ്ക്കിനാകട്ടെ അർജന്റീന ടീമിനെ സ്ട്രീറ്റ് ഫൈറ്റേഴ്സ് എന്നാണ് വിശേഷിപ്പിച്ചത്. അവർ ഒരിക്കലും വിട്ടുകൊടുക്കില്ല, പോരാടി നേടും. ഫിഫയെ വിമർശിച്ച ഈജിപ്ഷ്യൻ പരിശീലകനെതിരെയും കീൻ രംഗത്തെത്തി. ഇനി ഇതിഹാസ താരം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിന്റെ വാക്കുകളിലേക്ക്. മെസ്സി ജയിക്കുമ്പോൾ മാത്രം ഗൂഢാലോചന സിദ്ധാന്തം പറയുന്നുവെന്നാണ് സ്വീഡൻ മുൻ താരം കൂടിയായിരുന്ന സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിന്റെ വിമർശനം. നമ്മളിനി ഒരു അതിഥിയിലേക്ക് പോവുകയാണ്. ഫുട്ബോൾ പരിശീലകനും മുൻ താരവുമായ എബിൻ റോസ് ചേരുകയാണ് നമ്മോടൊപ്പം. എബിൻ റോസ്, എന്തായാലും ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ചർച്ചയാകുന്നത് സത്യത്തിൽ ഇന്നത്തെ വിജയം വലിയ തരത്തിൽ അർജന്റീന ആരാധകരെ സംബന്ധിച്ച് ആഘോഷിക്കേണ്ട ദിവസമാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ച അത് ഫിഫ റഫറിംഗ് സംബന്ധിച്ചാണ്. ഈ മത്സരം അത് അർജന്റീനയ്ക്ക് അർഹിക്കാത്ത വിജയം സമ്മാനിച്ചു എന്ന തരത്തിലാണ് വലിയ തരത്തിൽ വിമർശനങ്ങളുള്ളത്, ചർച്ചകളുള്ളത്. താങ്കൾ എന്താണ് ഇന്നലെ മത്സരം കണ്ടതിന് ശേഷം താങ്കളുടെ ചില പ്രതികരണങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണാം. ആ രീതിയിൽ നോക്കുമ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? റഫറിംഗിലെ പിഴവുകളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഐതിഹാസികമായ ഒരു വിജയം, അർജന്റീനയുടെ വിജയം നമുക്ക് അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാര്യം വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു അത്ഭുതം. കാരണം 80 മിനിറ്റിനപ്പുറം 2 ഗോളിൽ തോറ്റു നിൽക്കുക, എതിർ ടീമിന്റെ ഗോൾ കീപ്പർ അപാരമായ സേവുകളിലൂടെ ആ ടീമിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ 3 ഗോൾ തിരിച്ചടിക്കുക എന്നുള്ളതിന് നമുക്ക് വാക്കുകളില്ല വിവരിക്കാൻ. കാരണം ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരു അർജന്റീന ആരാധകനായിട്ടല്ല. കാരണം അതൊരു ഗെയിമിൽ വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്ന അത്ഭുതം. അതായത് തോൽവിയിൽ നിന്നും ഒരു ടീം എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ വിജയം. പിന്നെ വിവാദങ്ങളെ കുറിച്ച് നമുക്ക് പലപ്പോഴും അറിയാം, സമീപകാലത്ത് അർജന്റീനയും മെസ്സിയും മുന്നോട്ട് വരുന്തോറും ഒരു കൂട്ടം ആൾക്കാർ അതിന്റെ ഒരു അപഖ്യാതി നടത്തും. നമുക്ക് എപ്പോഴും അറിയാം, ഏറ്റവും മികച്ച ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വിമർശനം വരുന്നത്. അതുകൊണ്ട് ആ വിമർശനം കാര്യമാക്കേണ്ട കാര്യമില്ല. മറ്റൊന്ന് നമുക്കറിയാം, പലപ്പോഴും നിയമങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ആൾക്കാരാണ്. നമുക്ക് മൂന്നാമത്തെ ഗോൾ അടിക്കുന്നതിനെ കുറിച്ചുള്ള വിവാദം പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ആ ബോള് സാലേന്ന് വിൻ ചെയ്തുകൊണ്ട് ആ ബോള് നഷ്ടപ്പെട്ടതിന് ശേഷം ആ ഒരു നിരാശയിലാണ്, അല്ലെങ്കിൽ ഒരു ചാൻസസ് ഒരു ഫുട്ബോൾ പ്ലെയർ അദ്ദേഹത്തിന്റെ ടീമിന് വേണ്ടി ചെയ്യുന്ന ഒരു അഭിനയം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലൊരു ഫൗള് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബോള് മറുവശത്ത് ഗോളാവുകയാണ്. ആ ഗോളാണ് അവരെ കൂടുതൽ വേദനിപ്പിച്ചത്. കൂടാതെ ഈജിപ്ത് ഒരു ഐതിഹാസികമായ വിജയത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ടീം വലിയ ടീമിനെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിന്നും തോൽവിയിലേക്ക് പോയോണ്ട് ഒരു മാനസിക ആഘാതത്തിൽ നിന്നും ഉണ്ടായ വെറും ഒരു ഫ്രസ്ട്രേഷനാണ് ഈ സംസാരങ്ങളും ഈ ഒരു പ്രവൃത്തി ഉണ്ടായതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അർജന്റീന അർഹിച്ച ജയമാണ്. ആ ഗെയിമിൽ മൊത്തം നമുക്ക് വാച്ച് ചെയ്താൽ തീർച്ചയായിട്ടും പറയാം, അർജന്റീന അർഹിച്ച ഒരു വിജയം തന്നെയാണ്. തീർച്ചയായും വിൻഡോസെ, 79-ാം മിനിറ്റിന് ശേഷം നടന്ന ആ മത്സരത്തിലെ ഒരു 13 മിനിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ അർജന്റീനയുടെ അസാധ്യമായ ഒരു കംബാക്ക് ആണെന്ന കാര്യത്തിൽ സംശയം. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം, ഈ വാർ തീരുമാനിക്കുന്ന കാര്യത്തിൽ അത് ഏത് ഒരു ഫൗൾ ആ രീതിയിലൊന്ന് പരിശോധിക്കണമെന്ന കാര്യത്തിലൊക്കെ തീർച്ചയായും തന്നെ അതിലൊരു പ്രശ്നമുണ്ട്. ഒരു തുല്യമായ ഒരു നീതി ഉണ്ടാക്കിയില്ല എന്ന കാര്യത്തിൽ ഉള്ള വിമർശനമാണ് ഒരു ഭാഗത്തുള്ളത്. കാരണം പല ഫൗളിലും ചില കാര്യങ്ങളിൽ ഈജിപ്ത് താരങ്ങൾ ഇതൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പറയും നീതി കൃത്യമായി നടപ്പാക്കി മാത്രം പോരാ, എല്ലാവർക്കും അത് നടപ്പാകുന്നുണ്ട് എന്ന് തോന്നിക്കുക കൂടി വേണം എന്നത് കൂടി ആലോചിക്കുന്നുണ്ടോ? ആ രീതിയിൽ ഫിഫ കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഒരു ചിന്ത ഉണ്ടാകണം എന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് തോന്നുന്നത് പലപ്പോഴും ആൾക്കാർക്ക് നിയമത്തിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ല. കാര്യം ഒരു വാർ എന്ന് പറയുന്നത് നമ്മള് റഫറിക്ക് അത് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ റഫറി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ട് അതൊരു ഫൗൾ അല്ല എന്നുള്ളത്. രണ്ടാമത്തത് അദ്ദേഹത്തിന് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. മൂന്നാമത്തത്
ബോൾ ഡെഡ് ആവണം. ആ അറ്റാക്ക് ഫിനിഷ് ആയതിനു ശേഷം മാത്രം, അത് ഡെഡ് ആയതിനു ശേഷം ബോള് ഒന്നുകിൽ ഔട്ട് പോവുകയോ ഗോൾ പോവുകയോ അല്ലെങ്കിൽ ത്രോ പോവുകയോ ചെയ്തതിനു ശേഷം മാത്രമേ വാർ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് ആ ഗെയിമിന്റെ ഋതത്തിനെ ഒരിക്കലും മുറിക്കരുത്, ആ മൂവ്മെന്റ് മുറിക്കരുതെന്നുള്ള കൃത്യമായ അത് അല്ലെങ്കിൽ ആ കളിയുടെ രസം പോവും. അതുകൊണ്ട് മാത്രം കൃത്യമായിട്ട് വാറിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. റഫറിയുടെ കൺമുമ്പിൽ അദ്ദേഹം കണ്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് വാറിന് പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് കണ്ട് ബോധ്യമായ കാര്യത്തിന് എന്തിനാണ് വാറിന് പോകേണ്ടത്? അപ്പൊ നമ്മൾ പറഞ്ഞാൽ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്ന കളി കൂടുതൽ ബോറാവുകയും ടൈം വേസ്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ആൾക്കാരെ ബോധിപ്പിച്ചിട്ട് പോകാനുള്ള കളി അല്ലല്ലോ. ലോകം മൊത്തം ആരാധിക്കുന്ന, ആഹ്ലാദിക്കുന്ന, സന്തോഷിക്കുന്ന, നമ്മൾ ഏതൊക്കെ എഴുതെടുത്തു കഴിഞ്ഞാലും ഫുട്ബോളിനോളം ലോകം ആഘോഷിക്കുന്ന, ജനങ്ങൾ സന്തോഷിക്കുന്ന മറ്റൊരു ഗെയിമില്ല. ആ ഗെയിമിന്റെ ഋതത്തിനെ കളഞ്ഞുകൊണ്ട് റഫറി എടുത്ത തീരുമാനം കൃത്യവും വ്യക്തവുമാണെന്ന് നമുക്ക് ആ റീപ്ലേ കണ്ടാൽ തീർച്ചയായിട്ടും ബോധ്യമാവും. എബിൻ റോസ്, അതോടൊപ്പം തന്നെ ഇത് ഒരു മത്സരത്തിലെ കാര്യം മാത്രമല്ല. ഇപ്പോൾ ഫ്രാൻസ് പരാഗ്വേ മത്സരത്തിന് ഇടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഫ്രാൻസ് ടീം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് കാര്യമായി തന്നെ ഫസ്റ്റ് ഹാഫിൽ കാര്യമായ കാർഡുകൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ഫൗളിന് കിലിയൻ എംബാപ്പയ്ക്ക് എതിരെ തുടർച്ചയായി തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി. പക്ഷെ അത് അവിടെയൊന്നും റഫറി കാർഡുകൾ ഉപയോഗിച്ചില്ല എന്ന വിമർശനം ഒരു ഭാഗത്ത് ഫ്രാൻസിന്റെ ഭാഗത്തുണ്ട്. ഫിഫ ഇടപെടലിന്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം, ഈ ലോകകപ്പിന് മുൻപാണ് വിവാദം തുടങ്ങുന്നത്. അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സസ്പെൻഷൻ, ഒരു റെഡ് കാർഡിന്റെ ഭാഗമായുള്ള സസ്പെൻഷൻ ഇളവ് നൽകിയത് കൊണ്ട് മാത്രമാണ് ഇത്തവണ ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചത്. അമേരിക്കൻ താരം ഫോളാരിന് വേണ്ടി ട്രംപ് ഇടപെട്ട വിവാദം നമ്മൾ കണ്ടു. ഇത്തരം പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ട്, വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇത് കൃത്യമായി തന്നെ ഇത് നടപ്പാക്കുന്നില്ല എന്ന തരത്തിൽ അത് ഫിഫയ്ക്ക് ആകെ തന്നെ ഒരു നാണക്കേടായി മാറുന്നുണ്ടോ? നമുക്ക് ഫുട്ബോൾ മോർ ദാൻ എ ഗെയിം എന്ന് പറയും. അത് കളിയേക്കാൾ ഉപരി അതൊരു വികാരമാണ്, അതൊരു കൾച്ചറാണ്. ഇതൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഇൻവോൾവ്മെന്റ് വരുന്നത്. നമ്മള് മറുവശത്ത് ചിന്തിക്കേണ്ട, ഈ ഇതേ ഈജിപ്ത് ഇറാനുമായിട്ട് അവസാന നിമിഷം ഒരു ഓഫ് സൈഡ് ഗോളിന്റെ പിൻബലത്തിലാണ്, അല്ലെങ്കിൽ അത് ഗോള് എന്ന് വിധിച്ചിരുന്നെങ്കിൽ അന്ന് ഇതുപോലൊരു വിവാദം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈജിപ്തും ഇറാനും ആയതുകൊണ്ട് മാത്രം ഇത്രത്തോളം വിവാദമായില്ല. ചിലര് രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി, അല്ലെങ്കിൽ USA നടക്കുന്ന വേൾഡ് കപ്പിനെ അതിന്റെ പകിട്ടിനെ കുറച്ച് കാണിക്കാൻ ചിലർ മനഃപൂർവ്വം തന്നെ ഇതില് ഇല്ലാത്ത പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്നു എന്നൊരു രാഷ്ട്രീയപരമായ അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമുക്കറിയാം, ഫുട്ബോളില് നമുക്ക് ഒരു വളരെ ഫിസിക്കൽ എലമെന്റ്, ഏറ്റവും കൂടുതൽ അഗ്രസീവായ ഒരു ഗെയിമാണ്, വളരെ ഫാസ്റ്റായ ഗെയിമാണ്. ആ ഒരു ഇതില് പലപ്പോഴും മാനുഷികമായ വികാരങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഫൗളുകൾ ഉണ്ടാവും, തെറ്റുകൾ ഉണ്ടാവും, ശരികൾ ഉണ്ടാവും. പരസ്പരം നമുക്കെന്നറിയാം, പരസ്പരം തല്ലുന്ന കളിക്കാർ കെട്ടിപ്പിടിച്ചുകൊണ്ട് കളിയെ അവസാനിപ്പിക്കുന്നുണ്ടാവും. കളി കഴിഞ്ഞതിന് ശേഷം പരസ്പരം തല്ലുന്ന, ഇതൊക്കെ ഫുട്ബോളിന്റെ ഭാഗമാണ്. പക്ഷേ അമേരിക്കയിലെ വേൾഡ് കപ്പ് വന്നപ്പോഴത്തേക്ക് അതിനെ കൂടുതൽ വിവാദമാക്കാൻ ഒരുപറ്റം ആൾക്കാർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത്, അന്ന് ഇറാൻ ഈജിപ്ത് മത്സരത്തിന് പകരം ഈജിപ്തിനെതിരെ കളിച്ചത് ഒരു പാശ്ചാത്യ രാജ്യമോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യമോ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും അപ്പുറം ഈ ഫിഫ വേൾഡ് കപ്പിന് ഒരു അപഖ്യാതി ഉണ്ടാക്കിയത്. പക്ഷെ ഫിഫയും ഫുട്ബോളും നിൽക്കുന്നത് തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, രാഷ്ട്രങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ്. അത് കഴിഞ്ഞാൽ അതങ്ങ് എല്ലാവരും മറക്കും. തീർച്ചയായും എബിൻ റോസ് തുടരുക. ഇപ്പോൾ ഫുട്ബോൾ ആരാധകൻ കൂടിയായ മുൻമന്ത്രി എം പി രാജേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എം പി രാജേഷ്, താങ്കളുടെ ഒരു പോസ്റ്റിൽ വലിയ വിമർശനങ്ങൾ ഫിഫയ്ക്കെതിരെ ഉണ്ടായിരുന്നു. ഈ മത്സരത്തെ സംബന്ധിച്ച് ലോകമെങ്ങും ചർച്ചയാകുന്ന ചില വിമർശനങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഇപ്പോൾ ആ പോസ്റ്റ് കാണുന്നില്ല. അത് പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്? പിൻവലിച്ചിട്ടില്ല, അതിപ്പോ വീണ്ടും പോസ്റ്റ് ചെയ്യും. അതിൽ വസ്തുതാപരമായിട്ടുള്ള ചില പിഴവുകൾ ഉണ്ടായിരുന്നു, അത് തിരുത്തി ഇപ്പൊ പോസ്റ്റ് ചെയ്യും വീണ്ടും. ഫിഫയ്ക്ക് എതിരായിട്ടുള്ള വിമർശനവും അതിൻ്റെ ഉൾപ്പെട്ട ലോകകപ്പിന്റെ രാഷ്ട്രീയവും അത് പറഞ്ഞതിലൊന്നും മാറ്റമില്ല. ഇപ്പൊ ഇവിടെ നേരത്തെ സംസാരിച്ചത് ആരാണെന്ന് എനിക്ക് വ്യക്തമായില്ല. എബിൻ റോസ് ആണ്, മുൻ താരം പരിശീലകനായ എബിൻ റോസ് ആണ്. അതെ, അദ്ദേഹത്തോടുള്ള ബഹുമാനത്തോടു കൂടി തന്നെ പറയട്ടെ, അമേരിക്കയിലെ ലോകകപ്പിന്റെ പകിട്ട് കുറയ്ക്കാൻ ചിലര് രാഷ്ട്രീയമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീ എബിൻ റോസ് ഒന്ന് ആലോചിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും, അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചതിൽ ആർക്കാണ് ഉത്തരവാദിത്വം അമേരിക്കയ്ക്കും അതുപോലെ ഫിഫയ്ക്കുമാണ്, ട്രംപിനും ഫിഫ പ്രസിഡന്റിനുമാണ്. നോക്കൂ, ഈ ലോകകപ്പിന്റെ തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ ലോകകപ്പിന്റെ വിശ്വാസ്യതയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ സോക്കോൾഡ് പകിട്ടിന് മങ്ങലേൽപ്പിക്കുന്നതാണ്. ഇപ്പോ ഇറാനോട് തന്നെ അമേരിക്ക സ്വീകരിച്ച സമീപനം എന്താണ്? ഇത്രമാത്രം ഒരു വിവേചനം അല്ലെങ്കിൽ ഒരു അന്യായം നേരിട്ടൊരു ടീം ഈ ലോകകപ്പിലുണ്ടോ? അവർക്ക് മെക്സിക്കോയിൽ താമസിച്ച് അമേരിക്കയിൽ വന്ന് കളിച്ച് ആ ദിവസം തന്നെ എല്ലാം കെട്ടിപ്പുറക്കി തിരിച്ചു പോകണം. ആയിരക്കണക്കിന് കിലോമീറ്റർ ഓരോ ദിവസവും കളിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി. ആ സമ്മർദ്ദത്തിലാണ് അവർ കളിച്ചത് എന്നോർക്കണം. ചില രാജ്യങ്ങളോട്, ചില ടീമുകളോട് അവരെടുത്ത സമീപനം ലോകകപ്പിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഹോസ്റ്റ് നേഷൻ അതിൽ പങ്കെടുക്കുന്ന മറ്റൊരു രാജ്യത്തിന് നേരെ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കണം.
അപ്പോൾ അങ്ങനെയുള്ള കുറെ ടീമുകളോട് കാണിച്ച വിവേചനമുണ്ട്. അതുപോലെ കളിക്കാരോടും ഒഫീഷ്യലുകളോടും കാണിച്ചിട്ടുള്ള വിവേചനമുണ്ട്. റഫറിമാരോട് കാണിച്ചിട്ടുള്ള വിവേചനം. ഇപ്പൊ സൊമാലിയൻ റഫറി യൂറോപ്യൻ നേഷൻസ് ലീഗ് ഒക്കെ നിയന്ത്രിച്ച ഫിഫയുടെ പട്ടികയിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു റഫറിയെ വാലിഡ് വിസ ഉണ്ടായിട്ടും തിരിച്ചയച്ചത് അമേരിക്കയാണ്. എല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ബലഗോണിന്റെ ചോപ്പ് കാർഡ് റദ്ദാക്കാൻ ഫിഫയെ പ്രസിഡന്റിനെ വിളിച്ച് ആവശ്യപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ അപ്പീൽ അനുവദിക്കാൻ ചില MLA-മാരെ വിളിച്ച് ശുപാർശ ചെയ്യുന്നത് പോലെ ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഇടപെടേണ്ട ഒരു വിഷയമാണോ അത് ഫിഫ നിയമം ലംഘിച്ചുകൊണ്ട്. പക്ഷേ MP രാജേഷ്, ഒരു കാര്യം, ഈ പുറത്തുള്ള മുൻപ് ഈ താങ്കൾ തീർച്ചയായും അത് ശരിയല്ലല്ലോ. നിങ്ങൾ വിളിക്കുമ്പോൾ ഞാനൊന്ന് പറയാൻ അനുവദിക്കൂ. ഞാൻ പറഞ്ഞത് ആ കാർഡ് പിൻവലിച്ച് കൊടുത്തത് ഫിഫയുടെ നിയമത്തിനെതിരാണ്. ഇതിൽ വിമർശനം ഉന്നയിച്ചത് യുവേഫയാണ്. യുവേഫ രാഷ്ട്രീയം കൊണ്ടാവില്ലല്ലോ അത് ഉന്നയിച്ചത്. ബെൽജിയം ഫുട്ബോൾ ഫെഡറേഷൻ കളി ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഈ ഫലം നിങ്ങൾ റദ്ദാക്കുമോ എന്നാണ് പരിഹാസത്തോടെ ചോദിച്ചത്. അതൊക്കെ ബഹുമാന്യനായ ശ്രീ എബിൻ റോസ് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ അമേരിക്കയുടെ ലോകകപ്പിന് പകിട്ട് കുറയുകയോ വിശ്വാസ്യത ഇല്ലാതാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അമേരിക്ക മാത്രമാണ്. തീർച്ചയായും ആ കാര്യത്തിലൊന്നും താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യത്തിലും ആ വിയോജിപ്പില്ല. പക്ഷേ കളിക്കളത്തിൽ അത് നടക്കുന്നുണ്ട് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. അതായത് കളിക്കളത്തിൽ റഫറി നിന്നുകൊണ്ട് അർജന്റീനയെ വിജയിപ്പിക്കാൻ ഉള്ള തരത്തിലേക്കുള്ള ആ തരത്തിലുള്ള ഒരു ചർച്ചകളാണ് ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇന്നലെ നടന്ന ഈ മത്സരത്തെ തുടർന്നുള്ള വ്യാപകമായ ചർച്ച. ആ രീതിയിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? കേൾക്കൂ, ഞാൻ എന്റെ പോസ്റ്റിൽ തന്നെ പറഞ്ഞത് ഒരുപക്ഷെ ഇതില്ലെങ്കിലും അർജന്റീന ജയിക്കുമായിരുന്നു എന്നാണ്. കാരണം അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവാണ് അവസാനത്തെ 15 മിനിറ്റിൽ അർജന്റീന നടത്തിയത്. ആ 3 ഗോളും ഗംഭീരമായിട്ടുള്ള ഗോളുകളായിരുന്നു. തകർപ്പൻ ഗോളായിരുന്നു മെസ്സിയുടേത്, ഒരു സംശയമില്ല. അപ്പൊ ഒരുപക്ഷെ ഇതൊന്നുമില്ലെങ്കിലും അർജന്റീനയ്ക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഈ വാറിന്റെ ഇടപെടലെല്ലാം വഴി ഒരു അനാവശ്യമായ വിവാദത്തിലേക്ക് ഇത് എത്തിച്ചതും ഒരുപക്ഷെ അർജന്റീനയ്ക്ക് കിട്ടേണ്ട ഒരു മനോഹരമായിട്ടുള്ള വിജയത്തെ ഇല്ലാതാക്കിയതിലും ഈ വാറിനൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഞാനൊരു ബോധപൂർവമായ ഇടപെടൽ എന്നതിനേക്കാൾ ഇപ്പോൾ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ വാറിലൂടെ ഒരു തരം ബോറൻ സാങ്കേതികത്വം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. ഇപ്പൊ ക്രിക്കറ്റ് ഒരു ഫാസ്റ്റ് ഗെയിം അല്ല, ഇതുപോലുള്ള ഒരു ചടുലമായിട്ടുള്ള ഗെയിമല്ല ക്രിക്കറ്റ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ചടുലമായൊരു ഗെയിമാണ്. അതിനെ ഈ അമേരിക്കയിലെ ലോകകപ്പ് നശിപ്പിച്ചത് 2 കാരണങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ പറയും. ഒന്ന്, ഈ വാറിലൂടെ അതിസാങ്കേതികത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. രണ്ടാമത്തേത് ഹൈഡ്രേഷൻ ബ്രേക്ക് പോലെ 2 പകുതിയുള്ളത് ഇപ്പോൾ ഏതാണ്ട് 4 പകുതിയാക്കി മാറ്റി, 4 ക്വാർട്ടറാക്കിയിട്ട് മാറ്റിയല്ലോ 1.5 മണിക്കൂറിന്റെ നിശ്ചിത സമയത്തെ കളിയെ. അപ്പോൾ ഇതെല്ലാം ഫുട്ബോളിന്റെ സ്വാഭാവികതയെ, അതിന്റെ ഒഴുക്കിനെ, നൈസർഗികതയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ നോക്കൂ, ക്രൊയേഷ്യയുടെ ഗോൾ നിരസിച്ചത് എങ്ങനെയാണ്? ഒരു മുടിനാരിയിൽ തട്ടി ബോളിലൊരു ചിപ്പ് വെച്ചിട്ടുണ്ട്. ആ ചിപ്പുള്ളത് കൊണ്ട്, ചിപ്പില്ലാതെ 160 കൊല്ലം ഫുട്ബോൾ കളിച്ചിട്ടുണ്ടല്ലോ. ഈ ചിപ്പ് വെച്ചതിന്റെ ഫലമായിട്ട് തലനാരിഴ കീറി പരിശോധിച്ചിട്ട് ക്രൊയേഷ്യൻ കളിക്കാരന്റെ തല മുടിനാരിൽ തട്ടി എന്ന് പറഞ്ഞൊരു ഗോൾ നിഷേധിക്കുകയാണ്. അതൊക്കെ എങ്ങനെയാണ് ഈ കളിയെ നശിപ്പിക്കുന്നത്? അപ്പൊ കളിയെ സാങ്കേതികവിദ്യ ആവാം, അത് കളിയെ മെച്ചപ്പെടുത്താൻ മാത്രമേ ആകാവൂ. അതിനു പകരം സാങ്കേതികത്വം അടിച്ചേൽപ്പിച്ചുകൊണ്ട് കളിയെ അങ്ങേയറ്റം യാന്ത്രികവും വിരസവുമാക്കി മാറ്റാനാവരുത്. അപ്പോൾ വാറിന്റെ ഇടപെടലാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വാർ പരിശോധന ഏത് തരത്തിൽ വേണം എന്ന് നമുക്ക് ഒരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടായി. ഈ ഫൗൾ, എല്ലാ ഫൗളും റിവ്യൂവിന് പരിധി നിശ്ചയിക്കണം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ MP രാജേഷ് പ്രതികരിച്ചതിന്. MP രാജേഷ് പറഞ്ഞ പോലെ നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിൽ ചില പിഴവുകളുണ്ട്. ആ പിഴവുകൾ തിരുത്തിക്കൊണ്ട് ആ പോസ്റ്റ് വീണ്ടും ഇടും എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ഏത് തരത്തിലാണ് ഈ ലോകകപ്പിൽ ഇടപെട്ടത് എന്നത് പല കാര്യങ്ങൾ അത് നേരത്തെ നമ്മൾ വാർത്തകളായി തന്നെ കൊടുത്തതാണ്. അത് സൊമാലിയൻ റഫറിയുടെ വിഷയമായാലും ഇറാനെതിരായ വിഷയമായാലും ഇറാനെ മെക്സിക്കോയിലേക്ക് താമസിക്കേണ്ട വിഷയമായാലും അത്തരത്തിൽ തുടർന്ന് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ നടന്ന ഒരു ലോകകപ്പ് കൂടിയാണ്. നമ്മോടൊപ്പം എബിൻ റോസ് ഒരിക്കൽ കൂടി ചേരുകയാണ്. എബിൻ റോസ്, ഇപ്പോൾ താങ്കളോട് സൂചിപ്പിച്ചത് താങ്കളുടെ ഈ ഒരു വാക്ക് മാത്രം പറഞ്ഞാണ് അദ്ദേഹം അതിനൊരു മറുപടി പോലെ പറഞ്ഞത്. ആ വിഷയങ്ങളിലൊന്നും താങ്കൾക്കും വലിയ വിയോജിപ്പുണ്ടാകും എന്ന് കരുതുന്നില്ല. എന്താണ് താങ്കളുടെ മറുപടി? എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. രാജേഷ് സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം, സാറിന് എന്നെ അറിയാം നേരത്തെ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ്. നമുക്ക് 2 കാഴ്ചപ്പാടുണ്ടാവും. അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് വളരെയധികം അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ടെക്നോളജി നമുക്ക് ഈ വേൾഡ് കപ്പിലല്ല യൂസ് ചെയ്ത് തുടങ്ങിയത്. ഈ വേൾഡ് കപ്പിന് മുമ്പ് ഞാൻ ചോദിച്ചത് ടെക്നോളജിയുടെ വിഷയമല്ല, അർട്ടാന്റെ വിഷയം. അതോടൊപ്പം ടീമിനെ അമേരിക്കയിൽ താമസിപ്പിക്കരുത്, മെക്സിക്കോയിൽ പോയി തിരിച്ചു വരണം തുടങ്ങിയ കാര്യങ്ങളിലാണ്. ഞാൻ അതിലേക്ക് വരാം. കാരണം ആദ്യം ഇതൊന്ന് ക്ലിയർ ആണ്. കാരണം ഇത് ഫുട്ബോളിന്റെ ടെക്നിക്കൽ വശമാണ്. കാരണം
ടെക്നോളജി നമുക്ക് ഈ പറയുന്ന യൂസ് ചെയ്ത് തുടങ്ങിയത് വേൾഡ് കപ്പിന്റെ ഇതിലല്ല. കാരണം വേൾഡ് കപ്പിന് മുമ്പേ നമ്മുടെ പ്രാദേശികമായ കേരള പ്രീമിയർ ലീഗിൽ അടക്കം ഈ ഹൈഡ്രേഷൻ ടൈം നൽകിക്കൊണ്ട് പരീക്ഷണമൊക്കെ നടത്തിയത് ലോകം മൊത്തം ഉള്ള ലീഗുകളിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആക്കിയതിനു ശേഷം അതിന്റെ പോരായ്മകളെയും നല്ല വശങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ട് നല്ല വശങ്ങൾ മാത്രം കൂടുതൽ വരുന്നത് കൊണ്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇത് വേൾഡ് കപ്പിൽ മാത്രം മറ്റൊരു സിസ്റ്റം അല്ല. രണ്ടാമത്തത്, നമ്മൾ നേരത്തെ ചോദിച്ചാൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ എനിക്ക് തരാനുണ്ട്. അതായത് ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കളിക്കാരുടെയും എല്ലാ രാജ്യത്തിലെ കളിക്കാരുടെയും ഒഫീഷ്യൽസിന്റെ അടക്കമുള്ള ആൾക്കാരുടെ കാര്യം സ്കാൻ ചെയ്ത് ചെപ്പിലാക്കി നമ്മൾ പറഞ്ഞില്ലേ ഈ ബോളിന്റെ കോണ്ടാക്ട് കിട്ടുമ്പോൾ കൃത്യമായിട്ട്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സല ഫൗൾ ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ഡൗട്ട് അവിടെ ഉണ്ടായത്. ഇത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ നമ്മുടെ റഫറിക്ക് കൃത്യമായിട്ട് കിട്ടും. ബോളിലെ ലാസ്റ്റ് ടച്ച് ആരാണ്, ബോളിൽ ആരാണ് കോണ്ടാക്ട് ചെയ്തത്, ബോഡി ടച്ച് ആരാണ് ഉണ്ടായത്, ഇതൊക്കെ വളരെ സയന്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക്കലി ചെയ്ത് ചിപ്പില് ആലേഖനം ചെയ്യുന്നത്. രണ്ടാമത്തെ, നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ ടീമിനോട് അനീതി കാണിച്ചു എന്ന് തീർച്ചയായിട്ടും ഒരു ടീമിനെ ഒരിക്കലും അന്ന് കളി കഴിഞ്ഞ് ഇതിനു മുമ്പ് എത്തുക, കളി കഴിഞ്ഞുകൊണ്ടേ പോവുക. പക്ഷെ ശാസ്ത്രം ഇന്ന് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ യാത്രയെ ഓവർകം ചെയ്യാനുള്ള പരിശീലനവും മറ്റുള്ള കാര്യങ്ങൾ ടീം ചെയ്തിട്ടുണ്ടാവും. അത് ടീമിന് അറിയാം എനിക്കിങ്ങനെയാണ് സാഹചര്യം ഉള്ളത്. കാര്യം പ്രത്യേകിച്ചും യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്. ചിലപ്പം നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അമേരിക്ക അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തെങ്കിലോ. അത് കൂടാതെ രണ്ടാമത്തത്, ഈ പ്ലേയേഴ്സ് ആദ്യത്തെ മത്സരം കഴിഞ്ഞതിന് ശേഷം അവരുടെ ചെവിലും സോഷ്യൽ മീഡിയയിലും USA ആതിഥ്യ മര്യാദയും അവരെ സംരക്ഷിച്ചതിനെ കുറിച്ച് നല്ല രീതിയിൽ വളരെ മനോഹരമായ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആലേഖനം ഉണ്ടായിരുന്നു. കളി തോക്കുമ്പോൾ ഒരു പരാതിയും, കളി ജയിക്കും, അത് സ്വാഭാവികമാണ്. കാരണം ഫുട്ബോൾ എന്ന് പറയാൻ അത്രത്തോളം ഇൻവോൾവ് ആണ്. അപ്പൊ നമ്മൾ ജയിക്കുമ്പോൾ ഒന്നും തോൽക്കുമ്പോൾ ഒന്നും അല്ല പറയേണ്ടത്. അത് തന്നെ ഒരു പൊളിറ്റിക്സ് ആണ്. വളരെ നന്ദി ശ്രീ എബിൻ റോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും ആരാധകർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈജിപ്തിനെ തോൽപ്പിച്ച് ലോകകപ്പിന്റെ ക്വാർട്ടറിൽ അർജന്റീന ഇടം പിടിച്ചെങ്കിലും ആ വിവാദങ്ങളിൽ ആരാധകരുടെ മറുപടികൾ നോക്കാം. പാലക്കാട് നിന്നുള്ള ആരാധകരുടെ പ്രതികരണത്തിലേക്ക്. ഇന്നലെ നടന്ന അർജന്റീന ഈജിപ്ത് മത്സരത്തിൽ വലിയ ഒരു വിവാദമൊക്കെ, റഫറി അർജന്റീനയ്ക്ക് അനുകൂലമായി നിന്നു എന്ന വിവാദമൊക്കെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ കുറച്ച് ഫുട്ബോൾ ആരാധകർ ചേരുന്നുണ്ട്. അത്തരത്തിലൊരു വിവാദം നിലനിൽക്കുന്നുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞങ്ങൾ നേരിട്ട് കണ്ടതല്ല അത് ഈ വേൾഡ് കപ്പിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വേൾഡ് കപ്പ് പോണത്. ഈ റഫറിയുടെ ഒരു വിവാദമായിട്ട് തോന്നുന്നുണ്ടോ നിലപാടുകൾ? തീർച്ചയായിട്ടും റഫർ ചെയ്ത്, അതായത് ഇവിടുന്ന് സ്വിച്ച് ഓൺ ചെയ്ത ബോള്, അതായത് ഈ ഡീൻ്റെ അവിടുന്ന് എന്തോ സ്റ്റാർട്ട് ചെയ്ത ബോള് കളി തുടങ്ങി അവൻ 3 ആള് ബീറ്റണായി ഇപ്പോൾ ഗോൾ അടിച്ച ശേഷമാണ് അവർ അതിനെ ക്ലെയിം ചെയ്യുന്നത്. അത് ശരിയല്ല. ഈ അധിനിവേശ ശക്തികളുടെ അവർ അതിപ്രസരം തന്നെയാണ്. ശരിയല്ല അവർ ചെയ്തത്. ഈ അർജന്റീനയ്ക്ക് കിട്ടിയ അതേ ഇത് തന്നെ ഫ്രീ കിക്ക് തന്നെ, അല്ല ഫൗൾ കിക്ക് തന്നെ സെയിം കിട്ടിയില്ലേ? എന്തുകൊണ്ട് കൊടുത്തില്ല? സ്ക്രീൻ നോക്കിയില്ല, പെനാൽറ്റി കൊടുത്തില്ല. ഇന്നലെ കളിച്ചതിൽ മെസ്സി ടോപ്പ് ക്ലാസ് കളി കളിച്ചു. പക്ഷേ റഫറീസിൻ്റെ ചില തീരുമാനങ്ങൾ നമുക്കത് വാറിൽ ചിലത് വാറിൽ വിടണം. ചില കാര്യങ്ങൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, അത് റഫറിൻ്റെ ഡിസിഷൻ അല്ലേ. അതുകൊണ്ട് കളി നടന്നു കഴിഞ്ഞു, ജയിച്ചും കഴിഞ്ഞു, ഇനി എന്താ ഉള്ളത്, പാട്ടൊരു കാര്യമില്ലല്ലോ. ഫുട്ബോളിനെ ഒരു മങ്ങലേൽപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? അത് ഈ കാണുന്ന എല്ലാവർക്കും അത് തോന്നലുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആധികാരികമായിട്ട് അത് എന്താണ് തീരുമാനം എന്ന് ഇതുവരെയ്ക്കും നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഉള്ളിലും അങ്ങനെ സംസാര വിഷയമുണ്ട്. കളി കാണുമ്പോൾ എല്ലാവരും കാണുമ്പോൾ ചിലതായിട്ടുള്ള തോന്നും. പക്ഷേ റഫറീസിൻ്റെ ഡിസിഷനാണല്ലോ നമ്മൾ അത് കൊടുക്കേണ്ടത്. ചില ഫൗൾസൊക്കെ അവിടെ പോയി അത് രണ്ടാമത് റീടേക്ക് എടുത്തിട്ട് വന്നു, അത് ഫൗളാക്കി. അതേ ഒരു ഫൗൾ ഇവിടെയും കിട്ടി, പക്ഷേ അത് വാറിന് വിട്ടില്ല. അതിനെക്കുറിച്ച് വേൾഡ് ക്ലാസ്സിൽ തന്നെ അത് ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും ഫുട്ബോളിന് മങ്ങലേൽപ്പിച്ചു എന്ന് തന്നെയാണ് ആരാധകരെല്ലാം പറയുന്നത്. എന്തായാലും ഫിഫ ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന അഭിപ്രായവും വരുന്നുണ്ട്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം. എന്തായാലും ഒരു മത്സരത്തിലും ഈ വിവാദം തീരുമെന്ന് തോന്നുന്നില്ല. ഇന്നലത്തെ മത്സരത്തിൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ 79-ാം മിനിറ്റ് വരെ അർജന്റീനയുടെ പ്രതിരോധത്തിന്റെ പിഴവും അർജന്റീനയെ വലിച്ചു കീറിയ ആഫ്രിക്കൻ വീര്യവും മാത്രമായിരുന്നു ചർച്ചകൾ. ഗോളടി അർജന്റീന തുടങ്ങിയതോടെ പഴയ കോൺസ്പിറസി തിയറിക്കാർ ഒന്നൊന്നായി കളം പിടിക്കാൻ ഇറങ്ങുകയാണ്. കഴിഞ്ഞ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലും നോക്കൌട്ടിലെ എല്ലാ മത്സരങ്ങളിലും ഗോളടിച്ച് മെസ്സി കിരീടം നേടിയപ്പോഴും ഇതേ തിയറിയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. അന്ന് ഫൈനലിൽ 2 പെനാൽറ്റി ഫ്രാൻസിന് അനുകൂലമായി നൽകിയത് ആരും കണ്ടില്ല. മെസ്സിക്ക് വേണ്ടി പെനാൽറ്റി കൊടുത്തില്ലേ എന്ന് 100 തവണ ആർത്തലയ്ക്കുകയും ചെയ്തു. 15 വർഷക്കാലം കിരീടമില്ലാതെ 4 ഫൈനലുകളിൽ മെസ്സി കരഞ്ഞു മടങ്ങിയത് ഒടുവിൽ ഏറ്റവും ഉജ്ജ്വലമായി കളിക്കുന്ന പ്രായത്തിൽ കണ്ണീരോടെ അർജന്റീൻ ജേഴ്സി അഴിച്ചുവെച്ച് വിരമിച്ചത് നമ്മൾ കണ്ടതാണ്.
വീണ്ടും സ്വപ്നം തേടിയിറങ്ങിയ മെസ്സി ഒന്നൊന്നായി നേടുമ്പോൾ ആ ഉജ്ജ്വലമായ ഇതിഹാസത്തിന്റെ കരിയറിനെ ഇകഴ്ത്താൻ വിവാദം കൊണ്ടാകില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ അപ്പോഴും ഫിഫയുടെ പക്ഷപാതപരമായ ഇടപെടൽ അത് അർജന്റീനയ്ക്ക് അനുകൂലമായാലും പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അനുകൂലമായാലും വിമർശന വിധേയം ആവുകയും വേണം. റൊണാൾഡോ ഈ ലോകകപ്പിലെ ആദ്യ മത്സരം കളിച്ചതും ഫിഫയുടെ കനിവ് കൊണ്ടാണ് എന്ന് നമ്മൾ പറയുകയും വേണം. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടൽ ഫിഫയുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നത് തെറ്റാണെന്ന് പറയുകയും വേണം. ഒന്ന് കണ്ട് മറ്റൊന്ന് കണ്ണടയ്ക്കുന്നത് ഒരിക്കലും നീതി ഉറപ്പാക്കലാവുകയുമില്ല. സോക്കർകാല മറ്റ് വിഷയങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്ക് ലോകകപ്പിൽ മത്സരമില്ല. നാളെ മുതൽ ക്വാർട്ടർ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് ലോകകപ്പ്. ഒന്നാം ക്വാർട്ടർ ഫൈനലിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസിന് മൊറോക്കോയാണ് എതിരാളികൾ. രണ്ടാം ക്വാർട്ടറിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. മൂന്നാം ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിന് നോർവേയാണ് എതിരാളികൾ. നാലാമത്തെ അതോടൊപ്പം അവസാനത്തെയുമായ ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടും. സെമിയിൽ ഫ്രാൻസ് മൊറോക്കോ വിജയികൾ സ്പെയിൻ ബെൽജിയം വിജയികളെ നേരിടും. രണ്ടാം സെമിയിൽ അർജന്റീന സ്വിറ്റ്സർലൻഡ് വിജയികൾ ഇംഗ്ലണ്ട് നോർവേ വിജയികളെയും നേരിടും. ഇനി നോക്കാം സോക്കർകാല ലോക പ്രവചന മത്സരം. ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ അവസാനിച്ചു. എല്ലാ മത്സരത്തിലും പ്രവചനം നടത്തി ശരിയാകുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി GTEC നൽകുന്ന TVS ജൂപ്പിറ്റർ സ്കൂട്ടർ നൽകുമ്പോൾ നോക്കൌട്ടിലെ ഓരോ മത്സരത്തിലും ശരിയുത്തരം പ്രവചിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്. അർജന്റീന ഈജിപ്ത് മത്സരത്തിലും കൊളംബിയ സ്വിറ്റ്സർലൻഡ് മത്സരത്തിലും നൂറുകണക്കിന് പ്രേക്ഷകരാണ് പ്രവചനം നടത്തിയത്. ഇന്നത്തെ നറുക്കെടുപ്പിലേക്ക് സോക്കർ ഗാലയുടെ ഭാഗമായി ന്യൂസ് മലയാളം GTECും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രവചന മത്സരത്തിന്റെ പ്രീ ക്വാർട്ടർ ഘട്ടത്തിലെ അവസാന മത്സരത്തിന്റെ നറുക്കെടുപ്പിന്റെ സമയമാണിത്. നമുക്കറിയാം, ഇന്നത്തെ പോലെയും 100 കണക്കിന് മെസ്സേജുകളാണ് ഇത്തവണയും വന്നിട്ടുള്ളത്. ഈ മെസ്സേജുകളൊക്കെ കാണുമ്പോഴാട്ടോ എത്രത്തോളം ഫുട്ബോൾ ആരാധകർ നമ്മുടെ കേരളത്തിലുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ആദ്യത്തെ മത്സരം അർജന്റീന ഈജിപ്റ്റ് പോരാട്ടമായിരുന്നു. ആ സൂപ്പർ പോരാട്ടത്തിൽ 2-3 ഗോളിന് അർജന്റീന ജയിക്കുമെന്ന് പ്രവചിച്ചിട്ടുള്ളത് 28 പേരായിരുന്നു. ആ 28 പേരിൽ ആരാണ് അല്ലെങ്കിൽ ഇതിലെ ഭാഗ്യവാൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് തിരഞ്ഞെടുക്കാൻ പോകുന്നത് നമ്മുടെ എഡിറ്റിന്റെ എല്ലാമായ നമ്മുടെ സ്റ്റെഫിൻ ചേട്ടനാണ്. സ്റ്റെഫിൻ ചേട്ടനാട്ടോ നമ്മുടെ ഭാഗ്യശാലി തിരഞ്ഞെടുക്കുന്നത്. സ്റ്റെഫിൻ ചേട്ടാ, ഒരാൾ തിരഞ്ഞെടുപ്പു. ആരാണത് ഇവിടെ? ഓക്കെ, അബ്ദുൾ സമദ് TV, കണ്ണൂരുകാരാട്ടോ. കണ്ണൂരുകാരനാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ഭാഗ്യം അടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ രണ്ടാമത്തെ മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് കൊളംബിയ മത്സരമാണ്. ആ സൂപ്പർ പോരാട്ടത്തിൽ സ്വിറ്റ്സർലാൻഡ് പെനാൽറ്റിയിൽ തന്നെ ജയിക്കുമെന്ന് പ്രവചിച്ച 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 പേരാണ് ഈ പോർട്ടിനകത്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ആരാണ് വിജയി എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്ന് നമ്മുടെ വിജയെ തിരഞ്ഞെടുക്കുന്നത് NCRന്റെ സ്വന്തം ജിനിച്ചേട്ടനാണ്. ജിനിച്ചേട്ടാ, കണ്ണടച്ചെടുത്തോണം. 2 പേരേ ഉള്ളൂ, ഒരു കളകളിയും പറ്റത്തില്ല. എടുത്തോ. വായിച്ചോ, ധൈര്യമായിട്ട് വായിച്ചു. ഈശ്വര, ഇതെങ്ങനെ? ഓക്കെ, സുലൈഖിയാണ് ആ ഭാഗ്യശാലി. അപ്പോൾ വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ശരിയുത്തര അയച്ചവരെല്ലാം ബമ്പർ മത്സരത്തിൽ കൂടി നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ക്വാർട്ടർ മത്സരത്തിൽ, ഈ പ്രവചന മത്സരത്തിൽ ഇനിയിപ്പോൾ 2000 രൂപയല്ല 3000 രൂപയാണ്. അപ്പോൾ എല്ലാവരും മടിച്ചു നിൽക്കാതെ ഇങ്ങനെ ഓരോന്ന് പ്രവചിച്ച് അങ്ങോട്ട് ഇടുക. അപ്പോൾ സോക്കർ കാലയുമായി നാളെ കാണാം. ഈജിപ്ത് മത്സരം കൃത്യമായി പ്രവചിച്ചവരിൽ നിന്ന് ഇന്ന് വിജയമായത് കണ്ണൂർ സ്വദേശി അബ്ദുസമദ് PV ആണ്. കൊളംബിയ സ്വിറ്റ്സർലൻഡ് മത്സര വിജയികളെ കൃത്യമായി പ്രവചിച്ചത് മലപ്പുറം സ്വദേശി സുലൈ ആണ്. ശരിയുത്തരം അയച്ച എല്ലാവരെയും ബമ്പർ നറുക്കെടുപ്പിലേക്ക് പരിഗണിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റൗണ്ട് ഓഫ് 32 പ്രീ ക്വാർട്ടർ ഘട്ടങ്ങളിൽ 2000 രൂപ വീതമാണ് ക്യാഷ് പ്രൈസ് എങ്കിൽ ക്വാർട്ടറിൽ 3000 രൂപയാണ് ഓരോ മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്കുള്ള സമ്മാനം. ശരിയുത്തരം അയക്കുന്ന മുഴുവൻ ആളുകളെയും ബമ്പർ നറുക്കെടുപ്പിലേക്കും പരിഗണിക്കും. വിജയികളെ ന്യൂസ് മലയാളം സ്പോർട്സ് യൂട്യൂബ് ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉപയോഗിച്ചും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.